ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ 26-ാം ദിവസത്തിലേക്കാണല്ലോ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് ധ്യാനത്തിന് ആസ്പദമാക്കി നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങളാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ 3 നഷ്ടപ്പെടലുകളെയും അതിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗങ്ങളാണ്. ആദ്യമേ 10 ദ്രഹ്മയെക്കുറിച്ചും, രണ്ടാമത് 100 ആടുകളെക്കുറിച്ചും, മൂന്നാമത് ഒരപ്പനുണ്ടായിരുന്ന 2 മക്കളിൽ നഷ്ടപ്പെട്ട ഇളയ മകനെക്കുറിച്ചും വിശദീകരിക്കുന്ന ഭാഗങ്ങളാണല്ലോ. അപ്രകാരം ഇന്നത്തെ നമുക്ക് ചിന്തയ്ക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് 3-ാമത്തെ ഭാഗമായ ഒരു പിതാവിൻ്റെ 2 മക്കളിൽ ഇളയ മകൻ അപ്പനിൽ നിന്ന് അകന്നു പോവുകയും എന്നാൽ അവനായിരുന്ന മേഖലകളിൽ അവന് ചില ബോധ്യങ്ങൾ ഉണ്ടാകുകയും ആ ബോധ്യങ്ങൾ പ്രകാരം വേദപുസ്തക പ്രകാരം അവന് സുബോധം വന്നിട്ട് തിരികെ തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരികയും അപ്പൻ അവന് വീണ്ടും അവനെ ആ പുത്രത്വ പദവിയിലേക്ക് ആക്കുകയും ചെയ്യുന്ന ഏവങ്കേലിയോൻ ഭാഗമാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. 2-3 ചിന്തകൾ മാത്രം വളരെ വേഗം ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ നോമ്പിൻ്റെ ദിനത്തിൽ ഈ വേദഭാഗത്ത് നിന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള ഈ വേദഭാഗങ്ങളിൽ നിന്ന് ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് നോ വൺ ഈസ് ടു ഫാർ ഫ്രം ഗോഡ് ടു റിട്ടേൺ എന്നുള്ളതാണ്. നോ വൺ ഈസ് ടു ഫാർ ഫ്രം ഗോഡ് ടു റിട്ടേൺ. ഒരു മനുഷ്യനും ദൈവത്തിൽ നിന്ന് തിരികെ വരുവാൻ തക്കവണ്ണം വളരെയേറെ ദൂരത്തിലേക്ക് അവൻ പോയിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളെയൊക്കെ തേടിയിരിക്കുന്ന, നമ്മളെയൊക്കെ കരുതിയിരിക്കുന്ന, നമ്മുടെയൊക്കെ മനമാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത് എന്ന് നമുക്കറിയാം. സഭാ പിതാക്കന്മാര് ഈ സംഭവത്തെ ആസ്പദമാക്കി പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സഭാപിതാവായ സെന്റ് ജോൺ ക്രിസോസ്റ്റം ഈ ഇളയ മകനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: എവരി ഹ്യൂമൻ ബീങ് ഹു ഡിപ്പാർട്സ് ഫ്രം ഗോഡ് ത്രൂ സിൻ. എല്ലാ മനുഷ്യനും ദൈവത്തിൽ നിന്ന് പാപം മുഖാന്തരം അകന്നു പോകുന്നവരെ സിംബോളിക്കായിട്ട് പ്രതിനിധാനം ചെയ്യുന്നതാണ് ഇളയ മകൻ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്, അപ്പനിൽ നിന്ന് അവൻ ഇൻഹെറിറ്റൻസും വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. തനിക്ക് അവകാശമായിട്ടുള്ളത് നൽകണം എന്നാണ് പറയുന്നത്. പഴയ നിയമ പാരമ്പര്യ പ്രകാരം ഒരു പിതാവ് ജീവനോടെ ഇരിക്കുമ്പോൾ മകൻ ആ ഭാഗം ചോദിച്ചാൽ മകൻ്റെ മനസ്സിൽ ആ പിതാവ് മരിച്ചതിന് തുല്യമായിട്ടാണ് കരുതുന്നത്. അപ്പം എന്താണ് ഈ ഇൻഹെറിറ്റൻസ് എന്നുള്ളതും സഭാപിതാവ് സെന്റ് ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരമാണ് ഓർമ്മിപ്പിക്കുന്നത്: ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ് ഗീവ്സ് ഹ്യൂമാനിറ്റി. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഗിഫ്റ്റ്സിനെയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. അത് ഏതെല്ലാമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്: നമ്മുടെ ജീവൻ, നമ്മുടെ ഫ്രീഡം, അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധി, നമുക്ക് ലഭ്യമായിരിക്കുന്ന കൃപകൾ, ഇവയെല്ലാമാണ് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ദാനങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെയെല്ലാമാണ് ഇൻഹെറിറ്റൻസ് ആയിട്ട് ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് വിട്ടുപോകുന്നതിനെ കുറിച്ച് ഈ സഭാപിതാവ് ഓർമ്മിപ്പിക്കുന്നത് ഹ്യൂമാനിറ്റി ചൂസിങ് ഇൻഡിപെൻഡൻസ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് ഒരു ഇൻഡിപെൻഡൻസ്, സ്വതന്ത്രമായിട്ട് ജീവിക്കണം എന്ന് ഹ്യൂമാനിറ്റി എടുക്കുന്ന തീരുമാനമാണ് അപ്പൻ്റെ ഭവനത്തിൽ നിന്നുള്ള പുറത്തേക്കുള്ള യാത്ര എന്നതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, വളരെ ശാന്തമായിട്ട് ഈ കാര്യങ്ങൾ പിതാക്കന്മാർ നൽകുന്ന ഈ ദർശനങ്ങൾ ഒന്ന് ദർശിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഇന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ അപ്പൻ്റെ ഭവനത്തിൽ നിന്നുള്ള ഒരു പുറത്തേക്കുള്ള ഒരു യാത്രയാണ് പലപ്പോഴും ഈ സ്വാതന്ത്ര്യങ്ങൾ എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് ദൈവം എല്ലാ മനുഷ്യനും ഫ്രീ വില്ല് നൽകിയാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. എന്നാൽ പാപം അവനിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ആ ഫ്രീ വില്ലിനെ മിസ്യൂസ് ചെയ്തതായിട്ടാണ് ഇവിടെ ഓർമ്മിപ്പിക്കുവാനായിട്ട് സാധ്യമാകുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന, പാപം മുഖാന്തരം ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ തിരിച്ചുവരവിന് വേണ്ടി പ്രതീക്ഷയോടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആരും ദൈവത്തിൽ നിന്ന് വളരെയേറെ വിദൂരയിലേക്ക് അകന്നു പോയിട്ടില്ല എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാനും എൻ്റെ ക്രിസ്തു തമ്മിലുള്ള ദൂരം എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് പറയുന്ന ഒരു കാര്യം ഒരു കല്ലേറ് ദൂരം എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഗെത്സമനയിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചതായിട്ട് പറയുകയാണ്. അപ്പം ഞാൻ എറിയുന്ന ഒരു കല്ലേറും എന്നെ കേൾക്കുന്ന ഓരോ സഹോദരങ്ങൾ എറിയുന്ന കല്ലേറും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ഞാനും എൻ്റെ ക്രിസ്തുവും തമ്മിലുള്ള ദൂരം എന്ന് നമുക്ക്
തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു ചെറിയ കഥ കുഞ്ഞുങ്ങളോട് പറയുകയാണ്. ഒരു 500 രൂപയുടെ നോട്ട് എടുത്ത് കാണിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, ഈ നോട്ട് ആർക്കെങ്കിലും വേണമോ? എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹം അതിനെ ചുരുട്ടിക്കൂട്ടി, എന്നിട്ട് ചോദിച്ചു, ഇതിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് വേണം. വീണ്ടും അദ്ദേഹം അതിനെ പലതരത്തിൽ അതിനെ ഒടിച്ചു മടക്കി. വീണ്ടും ചോദിച്ചു, നിങ്ങൾക്ക് ഇത് വേണമോ? വേണം എന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹം അതിനെ താഴെയിട്ട് തൻ്റെ ഷൂ കൊണ്ട് അത് ചവിട്ടി നല്ലതായിട്ട് അതിൽ ഒത്തിരി അഴുക്കൊക്കെ ഉണ്ടാക്കി. എന്നിട്ടും ചോദിച്ചു, നിങ്ങൾക്ക് വേണമോ? അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. അധ്യാപകൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചോദിക്കാനായിട്ടുള്ള കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ അധ്യാപകർ പറഞ്ഞു, ആ നോട്ടിൽ എത്ര കറ പിടിച്ചുവെങ്കിലും അതിൻ്റെ വാല്യൂ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഏവർക്കും ഒരു വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവഭവനവുമായി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വാല്യൂ വളരെയേറെ വലുതാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ നിന്ന് വളരെയേറെ വിദൂരതയിലേക്ക് പോയിട്ടില്ല, ദൈവസന്നിധിയിൽ നിന്ന് വളരെയേറെ ഞാൻ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ആ കല്ലേറെ ദൂരം മാത്രമുള്ളൂ. എനിക്ക് ഇനിയും തിരികെ വരാനായിട്ട് ഈ നോമ്പിൻ്റെ 26ാമത്തെ ദിവസം നമുക്കൊരു തീരുമാനമെടുക്കണം. ഞാൻ തിരികെ നടക്കുവാനായിട്ട് തയ്യാറാകുന്നു എന്നുള്ളത്. രണ്ടാമത് ഈ വേദഭാഗം തരുന്ന ചിന്ത എന്ന് പറയുന്നത് ട്രൂ റിപ്പൻറ്റൻസ് ബ്രിങ്സ് റെസ്റ്റോറേഷൻ എന്നുള്ളതാണ്. ട്രൂ റിപ്പൻറ്റൻസ് ബ്രിങ്സ് റെസ്റ്റോറേഷൻ എന്നുള്ളതാണ്. അനുതാപമാണ് പുനഃസ്ഥാപനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് പറയുന്നത്. പാപം ചെയ്യുമ്പോൾ നമ്മളുടെ ട്രൂ സെൽഫ് നഷ്ടപ്പെടുകയാണ്. എന്നാൽ അനുതാപം എന്ന് പറയുന്നത് പുനഃസ്ഥാപനം എന്ന് പറയുന്നത്, അനുതാപത്തിലൂടെയുള്ള പുനഃസ്ഥാപനം എന്ന് പറയുന്നത് അത് ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് സെന്റ് ഗ്രിഗറി ഓഫ് നിസ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വേദഭാഗത്തെക്കുറിച്ച്. ഹി കെയിം ടു ഹിംസെൽഫ് എന്നുള്ളതാണ്. അതായത് റീഡിസ്കവറി ഓഫ് ദ സെൽഫ് അവിടെ നടന്നു എന്നതിനെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്. ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റിയിൽ റിപ്പൻറ്റൻസിന് മെറ്റനോയ എന്ന ഒരു പദമാണല്ലോ ഉപയോഗിക്കുന്നത്. ചേഞ്ച് ഓഫ് മൈൻഡ് ആൻഡ് ഹേർട്ട്, മനസ്സിനും ഹൃദയത്തിനും ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. പത്രോസിന് ഉണ്ടായ അനുതാപത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പത്രോസിനെ ഡു യു ലവ് മീ മോർ ദാൻ ദീസ് എന്ന് ചോദിച്ചുകൊണ്ട് അവനെ റീസ്റ്റോർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ, ആരും കല്ലെറിയാതെ പോകുമ്പോൾ ക്രിസ്തുവും അവളോട് പറയുകയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനി മേലാൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളുടെ ജീവിതത്തിൽ അവളെ റീസ്റ്റോർ ചെയ്യുന്നതായിട്ട് കാണുകയാണ്. പ്രിയമുള്ളവരെ, ഈ ധൂർത്തപുത്രൻ തൻ്റെ ജീവിതത്തിലൂടെ അവൻ്റെ ഐഡൻറ്റിറ്റി അല്ല അവന് നഷ്ടപ്പെട്ടത്, പിന്നെയോ അവന് നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് അവൻ്റെ ഡിഗ്നിറ്റിയാണ്. അവൻ്റെ ഐഡൻറ്റിറ്റി അല്ല അവന് നഷ്ടപ്പെട്ടത്, പിന്നെയോ അവന് നഷ്ടപ്പെട്ടത് എന്ന് പറയുന്ന അവൻ്റെ ഡിഗ്നിറ്റിയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ബ്രോക്കൺ ഇമേജ് ആയിരിക്കുന്ന, പൊട്ടിയ കണ്ണാടിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രൂപം പല ഭാഗങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ പാപം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിങ്ങനെ ഛിന്ന ഭിന്നമായി പോകുന്ന രൂപമായിട്ട് നമ്മൾ ആയി പോകുകയാണ്. എന്നാൽ ക്രിസ്തുവിനോട് ചേരുമ്പോൾ, അനുതാപത്തിലൂടെ ക്രിസ്തുവിലേക്ക് ചേരുമ്പോൾ നമ്മൾ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അനുതാപത്തിലൂടെ യഥാസ്ഥാനപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഏറ്റവും അവസാനത്തെ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. ഈ പിതാവ് ഈഗർലി awaits for the returning of the soul എന്നുള്ളതാണ്. തൻ്റെ മകന് വേണ്ടി, അല്ലെങ്കിൽ ഈ ആത്മാക്കൾക്ക് വേണ്ടി പിതാവ്, സ്നേഹനിധിയായ പിതാവ് വളരെ ഈഗർലി ആയിട്ട്, വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്. തൻ്റെ മകൻ്റെ വരവ് വളരെ ദൂരതയിൽ നിന്ന് കാണുമ്പോൾ തന്നെ അവൻ ഓടിച്ചെന്ന് ആ മകനെ കെട്ടിപ്പിടിച്ച് അവനെ ആശ്ലേഷിക്കുന്നതായിട്ടാണ് നമ്മൾ വേദഭാഗത്തിൽ കാണുന്നത് എന്ന് പറയുന്നത്. ഒരു പാപി അനുതപിക്കുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുന്നു എന്നാണല്ലോ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗത്തെ ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഗോഡ് ഈഗർലി awaits for your return and your restoration. നിന്റെ തിരിച്ചു വരവിനും നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം ഈഗർലി വെയിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നോമ്പിൻ്റെ പാതി നോമ്പ് കഴിഞ്ഞ് നമ്മൾ ഇനിയും മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ ദിവസം നമുക്ക് വേണ്ടി ഇന്നത്തെ നമ്മുടെ ഒരു ചലഞ്ചായിട്ട് മാറ്റണം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? എൻ്റെ തിരിച്ചു വരവിനും എന്നെ യഥാസ്ഥാനപ്പെടുത്തുവാനും. അതുകൊണ്ട് ദൈവമേ, ഇന്ന് ഞാനൊരു തീരുമാനമെടുക്കുന്നു. ഞാൻ എൻ്റെ പഴയ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മാറി
എൻ്റെ പഴയ സ്വഭാവങ്ങളിൽ നിന്ന് മാറി, എൻ്റെ പഴയ തിന്മയുടെ അനുഭവത്തിൽ നിന്ന് മാറി ഞാൻ ഇതാ തിരിച്ചു വരുന്നു. ദൈവമേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ യഥാസ്ഥാനപ്പെടുമ്പോൾ നമുക്കറിയാം, മകന് അവൻ ആ പുത്രത്വത്തിൻ്റെ പദവി, സൺഷിപ്പിൻ്റെ പദവി നൽകിയാണ് അവനെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. മേൽത്തരമായ മേലങ്കി നൽകുന്നുണ്ട്, അവൻ്റെ കൈക്ക് മോതിരം നൽകുന്നുണ്ട്, അവൻ്റെ കാലുകൾക്ക് ചെരുപ്പ് നൽകുന്നുണ്ട്. പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നത് ആ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് റൈച്ചസ്നെയാണ് അത് കാണിക്കുന്നത്, മേലങ്കി എന്ന് പറയുന്നത്. അതുപോലെ സൺഷിപ്പിൻ്റെ അതോറിറ്റിയാണ് മോതിരത്തിലൂടെ കാണിക്കുന്നത്, ചെരുപ്പിലൂടെ കാണിക്കുന്നത് എന്ന് പറയുന്നത് ഫ്രീഡം ഫ്രം സ്ലേവറി എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഡിവൈൻ സൺഷിപ്പിലേക്ക് ഈ നോമ്പിൻ്റെ അനുഭവത്തിൽ എത്തിച്ചേരുവാൻ എനിക്കും നിങ്ങൾക്കേവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.